ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പല വ്യക്തികളും നമ്മുടെ ടൈം മൊത്തം യൂട്യൂബിൽ നമ്മൾ ചിലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളറിയാതെ കുറച്ച് നേരത്തിന് വേണ്ടി എന്തെങ്കിലും വീഡിയോസ് വാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബ് എടുക്കുന്നത്, ജസ്റ്റ് ഷോർട്ട് ഫീഡിൽ ഇങ്ങനെ ഓരോ റീലുകളും അല്ലെങ്കിൽ ഓരോ ഷോർട്സുകളും നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ വാച്ച് ചെയ്ത് പോകുന്നു. അതുവഴി നമുക്ക് ഒരുപാട് നമ്മുടെ സമയങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഷോർട്സ് ഫീഡ് ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുവഴി നമ്മുടെ ഒരുപാട് ടൈം നമുക്ക് കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു സെറ്റിങ്സ്, ഞാൻ ഈ പറയുന്ന സെറ്റിങ്സ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. തുടർന്നും ഇതുപോലെയുള്ള യൂസ്ഫുൾ ആകുന്ന ഇൻഫർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, അപ്പം നമ്മൾ ഇതുപോലെയുള്ള നല്ല നല്ല ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിച്ച് തന്നായിരിക്കും. മാത്രമല്ല, നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്തിട്ട് വീഡിയോക്ക് ലൈക്ക് ചെയ്ത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഹോം ഉണ്ട്, ഷോർട്സ് ഉണ്ട്, പ്ലസ് ബട്ടൺ ഉണ്ട്, സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്, യു എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് താഴത്ത് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഈ ഏറ്റവും താഴത്ത് കാണുന്ന യു എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, പ്രൊഫൈലിൻ്റെ ഐക്കണ്, നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം വീഡിയോക്ക് ലൈക്ക് ചെയ്ത് ഉപകാരപ്പെടുന്ന വീഡിയോസ് ലഭിക്കാൻ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ദെൻ നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം മുകളിലായിട്ട് നിങ്ങൾക്ക് സെറ്റിങ്സിൻ്റെ ഒരു ഗിയർ ഐക്കൺ കാണാൻ പറ്റും. നിങ്ങൾക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് ഇവിടെയായിട്ട് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നുണ്ട് ഒരു സെക്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് രസകരമായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നത്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഇവിടെ ഓരോ ദിവസവും നിങ്ങൾ എത്രത്തോളം മിനിറ്റ്സ് ഇവിടെ, അതായത് കഴിഞ്ഞ ഒരു വീക്ക്, ഒരാഴ്ചത്തെ ഡീറ്റെയിൽസാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഒരു ദിവസം നിങ്ങൾ യൂട്യൂബിൽ എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ലാസ്റ്റ് ഞാൻ 7 ദിവസത്തിൽ ഞാൻ 2.5 മണിക്കൂർ മാത്രമാണ് യൂട്യൂബ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഞാൻ 1 മണിക്കൂറിൻ്റെ അടുത്ത് യൂട്യൂബ് വാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ആവറേജായി നിങ്ങൾ വാച്ച് ചെയ്യുന്നത് എത്ര മിനിറ്റ് ഉണ്ട് നിങ്ങൾക്ക് മുകളിലായിട്ട് 24 മിനിറ്റാണ് ഞാൻ ഡെയിലി ആവറേജ് ആയിട്ട് യൂട്യൂബ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴത്തെ ഡെയിലി ലിമിറ്റ്സ് എന്ന് പറയുന്ന ഷോർട്ട് ഫീഡ്സിൻ്റെ ലിമിറ്റ് ഉണ്ട്. നിങ്ങൾക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു 0 മിനിറ്റ്സ് അല്ലെങ്കിൽ 0 ഹവേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് യൂട്യൂബ് അപ്ഡേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് പ്ലേ സ്റ്റോറിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്തെടുക്കുക. ദെൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഞാനിപ്പോൾ പറഞ്ഞ ആ രൂപത്തിൽ തന്നെ ആ ഒരു സെറ്റിങ്സിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 0 മിനിറ്റ് അല്ലെങ്കിൽ 0 ഹവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് യൂട്യൂബ് നിങ്ങൾ റീസെൻ്റ് നിന്നും മുഴുവനായിട്ട് ഒഴിവാക്കി അഗെയിൻ നിങ്ങൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക നോക്കുകയാണെങ്കിൽ ഷോർട്ട് ഫീഡ്സ് എന്ന് പറയുന്ന സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബട്ട് നിങ്ങൾക്ക് ഷോർട്ട് ഫീഡിലുള്ള വീഡിയോസുകളൊന്നും നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പം നമുക്ക് ഒരുപാട് ടൈം നമുക്ക് കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നല്ല നല്ല യൂസ്ഫുൾ ആയ വീഡിയോസിന് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് നമ്മളെ കൂടെ കൂടിക്കോളൂ. നെക്സ്റ്റ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.